അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൻ്റെ പഠനം, പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ചുള്ള പഠനമെന്നുള്ളത് ഒരു വിശ്വാസിയുടെ മേൽ ബാധ്യതയായാണ് വിശുദ്ധമായ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത്, അതിൻ്റെ ആദ്യത്തെ വചനം തന്നെ ഇഖ്റ, നീ വായിക്കണമെന്ന് പറഞ്ഞാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ നാഥൻ്റെ നാമത്തിൽ നീ വായിക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ദീനിനെക്കുറിച്ച് പഠിക്കുക, അതിനെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയായാണ് വിശുദ്ധമായ മതം നമ്മെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വചനങ്ങൾ പഠിക്കുന്ന ത്വാലിബുൽ ഇൽമുകൾക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമായ ഈ റമദാനിൽ അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് പഠിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ ദീൻ പഠിച്ച ആളുകൾക്ക് അള്ളാഹു പദവികൾ ഉയർത്തി നൽകുമെന്നുള്ളതാണ്. യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അവരുടെ അറിവിനനുസരിച്ച്, അവരുടെ ഇൽമിനനുസരിച്ച് അവരുടെ പദവികൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഉയർന്നുകൊണ്ടേയിരിക്കുമെന്നാണ്. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ദീൻ പഠിക്കുന്ന, അതിൻ്റെ മാർഗത്തിൽ പുറപ്പെടുന്ന ആളുകൾ, അവർക്കതാ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുമെന്നുള്ളതാണ്. ആഴക്കടലിലുള്ള തിമിംഗലം മുതൽ ചെറിയ മത്സ്യങ്ങൾ വരെ, ചെറിയ ചെറിയ ജീവികൾ വരെ ദീന് പഠിക്കുന്ന ആളുകൾക്ക്, അങ്ങനെയുള്ള സദസ്സുകളിൽ ഇരുന്ന് അവരുടെ സമയങ്ങളെ ചെലവഴിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുമെന്ന്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു തരുമ്പോൾ, അള്ളാഹുവിൻ്റെ തെറ്റുകൾ ചെയ്യാത്ത അള്ളാഹുവിൻ്റെ സൃഷ്ടികളായിട്ടുള്ള മലായിക്കത്തുകൾ പോലും അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി അവരുടെ ചിറകുകൾ അവരിങ്ങനെ വിടർത്തിക്കൊടുക്കുമെന്നുള്ളതാണ്. മലായിക്കത്തുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധമായ റമദാനിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ സഹോദരങ്ങളെ, പ്രത്യേകിച്ച് കുറച്ചൊക്കെ നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങൾ റമദാനിൽ കടന്നു വരും. ആ സമയത്തൊക്കെ വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും പ്രവാചകന്റെ ചര്യകളെ ജീവിതത്തിൽ അനുവർത്തിക്കുവാനും ആ ഹദീസുകളെ മനഃപ്പാഠമാക്കുവാനും പ്രത്യേകം നമ്മളെ സമയങ്ങൾ കണ്ടെത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.